ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന ഏഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി 2 ആഴ്ചക്കകം പൂർത്തിയാകുമെന്നും ജനുവരി 15 മുന്നേ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുമെന്നും തിരൂർ MLA കുറിക്കോളി മൊയ്തീൻ ന്യൂസ് 99നോട് പറഞ്ഞു. നമ്മുടെ ഏഴൂർ ഗവൺമെൻറ് ഹൈസ്കൂള് സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് എൻ്റെ മുൻഗാമിയായിട്ടുള്ള ബഹുമാന്യനായ മമ്മൂട്ടി സാഹിബിൻ്റെ പരിശ്രമഫലമായി 3 കോടി രൂപ നമുക്ക് കിഫ്ബി മുഖേന ലഭ്യമായത്. അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ കുറേ സമയം വേണ്ടി വന്നു. പുതിയതനുസരിച്ച് 90 ലക്ഷം കൂടി വർദ്ധിപ്പിച്ച് 3 കോടി 90 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടുകയും അതിൻ്റെ എസും TSൊക്കെ കിട്ടി വന്ന് പണി ആരംഭിച്ചു. ഈ മണ്ഡലത്തിൽ 2ാം ഘട്ടമായി പൂർത്തീകരിക്കുന്ന ആദ്യത്തെ കെട്ടിടമാണ് ഏഴൂർ ഹൈസ്കൂളിൻ്റെ ഈ ബഹുനില കെട്ടിടം. ഇതുവഴി 12 ക്ലാസ് റൂമുകളാണ് ഈ സ്കൂളിന് ലഭ്യമാക്കുന്നത്. പണി പൂർത്തീകരിക്കാൻ ഇനി 2 ആഴ്ചക്കുള്ളിൽ പണി പൂർത്തീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ജനുവരി 15 ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എനിക്ക് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി എത്തിച്ചേരാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇന്ന് തന്നെ ഈ പണി പൂർത്തീകരിച്ച ഈ സാഹചര്യം അറിയിച്ച് അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ഒരു തീയതിക്ക് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിനോട് വരാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് ചിലവായത് 3 കോടി 90 ലക്ഷം രൂപയാണെന്നും ഇതേ സമാന രീതിയിലാണ് പറവണ്ണ ഹൈസ്കൂളും തിരൂരിലെ ഗേൾസ് സ്കൂളും ബോയ്സ് സ്കൂളും പ്രവൃത്തി പുരോഗമിച്ചതെന്നും MLA കൂട്ടിച്ചേർത്തു. നിർവഹിക്കാൻ കഴിയും, വിദ്യാർത്ഥികൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയും എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ കാണുന്നത്. സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, വിദ്യാഭ്യാസ എല്ലാ സ്കൂളുകളിലും ക്ലാസിൻ്റെ പരിമിതി വളരെ വലുതാണ്. ഇവിടെ തന്നെ സ്കൂളിൽ ഇനിയും ക്ലാസ് റൂമുകൾ ആവശ്യമുണ്ട് എന്നാണ് ഇപ്പോൾ പ്രിൻസിപ്പൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി ലഭ്യമാക്കാൻ വീണ്ടും സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കൂളിനും പറവണ്ണ സ്കൂളിനും ബോയ്സ് ഹൈസ്കൂളിനും കൽപ്പകഞ്ചേരി സ്കൂളിനും വേണ്ടി ഞാനൊരു പദ്ധതി തയ്യാറാക്കി കൊടുത്തിരുന്നു. അപ്പോൾ അത് ഈ 4 പദ്ധതികൾക്ക് അത് വിഭജിക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞപ്പോൾ അത് 2 എണ്ണാക്കി ചുരുക്കി കൊടുക്കേണ്ടി വന്നു. ഞാൻ 4 സ്കൂളുകളും 2 ആശുപത്രിക്കും കൂടി 7 കോടി രൂപ പ്രത്യേകമായി MLAമാർക്ക് അനുവദിച്ച് തന്നിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ 6 പ്രൊജക്റ്റാക്കി കൊടുക്കുമ്പോൾ അത് പറ്റിയില്ല എന്ന് പറഞ്ഞു. 2 ആക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് 2 റോഡുകൾക്കാക്കി കൊടുക്കേണ്ടി വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി ലഭ്യമാകുന്ന തുക ഘട്ടം ഘട്ടമായിട്ട് ഇതിന് ലഭ്യമാക്കാൻ പ്ലാൻ ഫണ്ടെന്നും മറ്റൊന്നുമൊക്കെ ലഭ്യമാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. വൈകാതെ തന്നെ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏറ്റവും വലുതല്ലേ ഇതിന് സമാനമായതാണ് പിന്നെ പറവണ്ണ സ്കൂള്, തിരൂർ ഗേൾസ്, തിരൂർ ബോയ്സ് ഹൈസ്കൂൾ. അവിടങ്ങളിലൊക്കെ ഇതിന് സമാനമായ തുക തന്നെയാണ് അനുവദിച്ച് കിട്ടിയിട്ടുള്ളത്. ഗേൾസ് ഹൈസ്കൂളിലേക്ക് ആ പണം പോരാതെ വന്നപ്പോൾ ഒരു 45,000 രൂപ കൂടി അധികം വേണ്ടി വന്നു. അത് പിന്നീട് MLA ഫണ്ടിൽ നിന്ന് ഞാൻ നീക്കി വെക്കുകയാണ് ചെയ്തത്. അതനുസരിച്ച് അതും കൂടി ഉപയോഗപ്പെടുത്തി അവിടുത്തത് 4 കോടി 25 ലക്ഷം രൂപയുടെ 35 ലക്ഷം രൂപയുടെ 4 കോടി 35 ലക്ഷം രൂപയുടെ കെട്ടിടമാണ് ആവശ്യമായി അവിടേക്ക് എസ്റ്റിമേറ്റ് പൂർത്തിയായപ്പോൾ ബാക്കി MLA ഫണ്ട് കൂടി നൽകിക്കൊണ്ടാണ് അവിടുത്തെ കെട്ടിടം പണിയുന്നത്. അതിനൊക്കെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ പറവണ്ണയിലേത് പൂർത്തിയാകാനായി. ബോയ്സിലും ഗേൾസിലും പണി തകൃതിയായി നടക്കുന്നു. തിരൂർ നമ്മളെ ചക്ക സ്കൂളിൽ ഇതേപോലെ കെട്ടിടത്തിൻ്റെ പണി ഗംഭീരമായി നടന്നു വരികയാണ്. ആദവനാട് സ്കൂളിലും നടന്നു വരുന്നുണ്ട്. ഇതെല്ലാം കൂടി കെട്ടിട നിർമ്മാണത്തിന്റെ അവസാനഘട്ട ജോലികൾ നിരീക്ഷിക്കുന്നതിനായാണ് തിരൂർ MLA കുറിക്കോളി മൊയ്തീൻ സ്ഥലത്തെത്തിയത്. PTA പ്രസിഡന്റ് മനാഫ് പൂന്തല, നിയുക്ത വാർഡ് കൗൺസിലർ KK റിയാസ്, പ്രിൻസിപ്പൽ TK കുഞ്ഞവറാൻകുട്ടി, MPTA പ്രസിഡന്റ് റസിയ ഷാഫി, SMC ചെയർമാൻ ദിനേശ് K, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അനിൽ തൊട്ടിയാട്ടിൽ, കൺവീനർ കരീം മേച്ചേരി, OSA കോർഡിനേറ്റർ K ഹസൻ മാസ്റ്റർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കരീം ഐനിക്കാട്, ഫാറൂഖ് C, സാജിദ, ഷബീർ മുണ്ടേക്കാട് എന്നിവർ സന്നിധരായിരുന്നു. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.